അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനവും മാസവും പരിശുദ്ധമായ റബീഉൽ അവ്വലിലാണ്. ലോകം മുഴുവനും വണ്ണമായ നിഅമത്ത് ലഭിച്ചതിൻ്റെ സന്തോഷത്തിലാണ്, ആ ഒരു സന്തോഷ പ്രകടനത്തിലാണ് ഉള്ളത്. എന്നാൽ ഹുസൈൻ സലഫി, മുജാഹിദ് നേതാവായ ഹുസൈൻ സലഫി പ്രസംഗിക്കുന്ന ഒരു ഭാഗം ഞാൻ കേട്ടു. അദ്ദേഹം പറയുന്നത് ഒരാളുടെയും ജന്മദിനം ആദരിക്കുക, ആഘോഷിക്കുക എന്നുള്ളത് ഇസ്ലാമിലില്ല, ഖുർആനോ ഹദീസോ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ചില ഭാഗം നിങ്ങൾ കേട്ടു നോക്കുക. അതിൻ്റെ ശേഷം അദ്ദേഹത്തിനേക്ക് ഞാൻ ഹദീസ് കൊണ്ടും ഖുർആൻ ആയത്ത് കൊണ്ടും ഞാൻ മറുപടി പറയാം. ആചരിക്കുന്ന, ആഘോഷിക്കുന്ന അല്ലെങ്കിൽ മരിച്ച ദിവസം ചരമദിനം ആചരിക്കുന്ന ഒരു സമ്പ്രദായം ഇസ്ലാമിലില്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ ആ നിലക്ക് പ്രവാചകന്മാരുടെ ജന്മദിനങ്ങളെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടില്ല. മഹാനായ നമ്മുടെ നേതാവ്, ജീവനേക്കാൾ നാം സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസമാണ് റബീഉൽ അവ്വൽ, സംശയമില്ല. ഇവിടെ അദ്ദേഹം പറയുന്നത് ജന്മദിനം ആദരിക്കുക, ആഘോഷിക്കുക എന്നുള്ളത് ഇസ്ലാമിലില്ല എന്ന് അദ്ദേഹം തുറന്നു പറയുമ്പോൾ, അദ്ദേഹത്തിൻ്റെ നേതാവായ ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതനായി അവർ ആഘോഷിക്കുന്ന, ഓമനപ്പേരിൽ വിളിക്കുന്ന ഷെയ്ഖുൽ ഇസ്ലാം എന്നറിയപ്പെടുന്ന ഇബ്നു തൈമിയ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ടാടുന്നതിനെ പറ്റി ഇഖ്തിലാഉ സിറാത്ത് എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അത് ശിർക്ക് അല്ല. ജന്മദിനം കൊണ്ടാടുകയും ആ ദിവസത്തെ ആദരിക്കലും വേദിവരിക്കലും ഫയകൂന ലഹു ഫീഹി അജ്റുൻ അളീം ലിഹുസ്നി ഖസ്ദിഹി വതഅളീമിഹി ലിനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല ഉദ്ദേശത്തോടു കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദരിച്ചുകൊണ്ട് ചെയ്യുന്ന അത്തരം ജന്മദിനം റസൂലുള്ളാഹിന്റെ കൊണ്ടാടുക എന്നുള്ളത്, അതിനിക്ക് സദസ്സ് ഒരുക്കുക എന്നുള്ളത് ലഹു അജ്റുൻ അളീം, അതിനിക്ക് വണ്ണമായ പ്രതിഫലമുണ്ട് എന്ന് അവർ അംഗീകരിക്കുന്ന, അവർ വിശേഷിപ്പിച്ച ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ തന്നെ അത് അംഗീകരിച്ചതും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതിയതുമാണ്. ആദ്യമായി അതുകൊണ്ട് ഞാൻ മറുപടി പറയുന്നു. രണ്ടാമതായി ഹദീസ് കൊണ്ട് ഞാൻ മറുപടി പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിനിക്ക് പുണ്യമില്ല എന്നല്ലേ അവർ പറഞ്ഞത്? എന്നാൽ സുഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സൗമിൽ ഇത്നൈൻ, സ്വഹാബത്തുൽ കിറാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, തിങ്കളാഴ്ച നോമ്പ് പിടിക്കുന്നതിൻ്റെ രഹസ്യം എന്താണ്? ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീഹി ഉലിത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് മറുപടി പറഞ്ഞത്, ആ തിങ്കളാഴ്ച ദിവസത്തിലാണ് എന്നെ പ്രസവിക്കപ്പെട്ടത്. അപ്പോൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജനിച്ചതായ ദിവസത്തെ ആദരിച്ചുകൊണ്ട് റബ്ബിനിക്ക് ശുക്ർ പ്രകടിപ്പിച്ചത്, ആ ദിവസത്തെ ബഹുമാനിച്ചത് നോമ്പാകുന്ന ഒരു ഇബാദത്ത് കൊണ്ട് ശുക്ർ ചെയ്തിട്ടാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, സ്വഹാബത്തുൽ കിറാമും അന്ത്യനാൾ വരെ വരുന്ന സർവ്വ മുസ്ലിമീങ്ങളും തിങ്കളാഴ്ച നോമ്പ് പിടിക്കുന്നു. എന്തേ കാരണം? റസൂലുള്ളാഹിന്റെ ജന്മദിനത്തെ ബഹുമാനിച്ചുകൊണ്ട്. ഹദീസിലില്ല എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. രണ്ടാമത് ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നത്, ഖുർആനിൽ വളരെ ശക്തമായി വ്യക്തമായി പറഞ്ഞ ഒരു ആയത്താണ് വദക്കിർ ബി അയ്യാമില്ല,
ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലികുല്ലി സ്വബ്ബാരിൻ ശകൂർ. നബിയെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക, ജനങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കുക, സ്മരിക്കുക അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിച്ച ദിവസങ്ങളെ. ഏതാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിച്ച ദിവസങ്ങൾ? ആശുറ, മുഹറം 10 അന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ രക്ഷപ്പെടുത്തിയ മുഅ്മിനീങ്ങളെയും രക്ഷപ്പെടുത്തിയ ദിവസം അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ച ദിവസമാണ്. എല്ലാ നിഅമത്തുകളെയും കവച്ചു വെക്കുന്ന ഏറ്റവും വലിയ നിഅമത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ആ മുഹമ്മദ് നബിയാകുന്ന അനുഗ്രഹം നമുക്ക് ലഭിച്ചതായ ഒരു ദിവസമാണ് റബീഉൽ അവ്വൽ 12. ആ നിഅമത്ത് ലഭിച്ച ദിവസം അത് ഓർമ്മപ്പെടുത്താനും പറഞ്ഞു കൊടുക്കാനും പ്രചരിപ്പിക്കാനുമാണ് ഖുർആൻ ആയത്തിൽ പറഞ്ഞത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസം, അനുഗ്രഹം ലഭിച്ച ദിവസം. എന്നിട്ട് ഖുർആൻ പറയുന്നു ഇന്ന ഫീ ദാലിക ലആയാത്ത്. അങ്ങനെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും സ്മരിക്കുകയും ചെയ്താൽ അതിൽ ദൃഷ്ടാന്തമുണ്ട്. ആരിക്ക്? ലിക്കുല്ലി സബ്ബാരിൻ വശകൂർ. അനുഗ്രഹത്തിനിക്ക് നന്ദി ചെയ്യുന്ന, ക്ഷമിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. അപ്പോൾ അനുഗ്രഹം ലഭിച്ച ദിവസങ്ങളെ സ്മരിക്കാനാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഖുർആനില്ല, ഹദീസിലില്ല എന്നല്ലേ ഈ ഹുസൈൻ സലഫി ജനങ്ങളെ വഞ്ചിച്ചത്. മൂന്നാമത് ഞാൻ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നത്, ഏറ്റവും വലിയ ആഘോഷം നടക്കുന്നത് ജുമാ ദിവസമാണ്. ജുമാ ദിവസത്തിൽ കുളിക്കണം, നഖങ്ങൾ വെട്ടണം, നീക്കേണ്ട മുടികളെ നീക്കണം, നല്ല വസ്ത്രം ധരിക്കണം, അത്തർ പൂശണം, കുളിക്കണം, എന്നിട്ട് പള്ളിയിലേക്ക് പോകണം. എന്തേ ആ ജുമാക്ക് ശ്രേഷ്ഠത വരാൻ കാരണം? സഹിയായ ഹദീസിൽ വന്ന ഒരു വിഷയമാണല്ലോ, ഖൈറു യൗമിൻ ത്വലഅത് ഫീഹി ശംസ് യൗമുൽ ജുമുഅ. സൂര്യൻ ഉദിക്കുന്ന ദിവസത്തിൽ വെച്ച് ഏറ്റവും ഖൈറായ ദിവസം ജുമുഅ ദിവസമാണ്. എന്നിട്ട് ഹദീസ് പറയുന്നു ഫീഹി ഖുലിക ആദം. ആ ജുമുഅ ദിവസത്തിലാണ് ആദം നബിയെ പടക്കപ്പെട്ടത് അലൈഹിസ്സലാം. അപ്പൊ ഒരാളുടെയും ജന്മദിനത്തിനിക്ക് പ്രത്യേകതയില്ല, ബഹുമാനമില്ല, ആദരവില്ല എന്ന് പറയുന്ന ഹുസൈൻ സലഫി ഈ ഹദീസിനിക്ക് മറുപടി പറയണം. ഖുർആൻ കൊണ്ട് ഹദീസ് കൊണ്ട് ഞാൻ സ്ഥിരപ്പെടുത്തി. അപ്പോ ഇത്തരം ദുർവ്യാഖ്യാനങ്ങളെ കൊണ്ട്, വഞ്ചനപരമായ വിശദീകരണം കൊണ്ട്, സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളെ വഴിതെറ്റിക്കുന്നത് ശരിയല്ല.